ഇൻസ്റ്റഗ്രാമാണ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് നാറ്റ കേസാണ്, ഫുള്ള് ഷെഡ് കേസാണ് അല്ലേ? കേട്ടോളിട്ടില്ലേ? ഇതാ നമ്മള് ശരിക്കും എന്റെ യഥാർത്ഥ പണിയെന്ന് വെച്ചാല് ഞങ്ങളുടെ ഷഡ്ഡി അലക്കലാണ്. അതായത് റാംബോന്റെയും നിയാദിന്റെയും ഷഡ്ഡി അലക്കലാണ്. അതും ഒരു 3 ആഴ്ചക്കുള്ളില് ഓന്റെ ഷഡ്ഡി അലക്കിയിട്ടില്ലെങ്കിൽ ഇവന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഇവന്റെ ഒരു ഡയലോഗ് ഞാൻ മുമ്പേ ഏതൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. കുഞ്ഞു കൊടുത്തിട്ടാണെങ്കിലും എനിക്ക് ക്യാഷ് മതി എന്നുള്ളത് പറയണത്. ഇപ്പം എൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതാ ഈ വാക്കും ആ തൊപ്പിനെ പറഞ്ഞ കുറ്റം മതി. വല്ല പട്ടികളാണെങ്കിൽ വാലാട്ടിട്ടെങ്കിലും കൊടുക്കും. 2 വർഷത്തോളം എനിക്ക് പണി അവൻ്റെ ഷെഡ് കഴുകി കൊടുക്കലേന്ന്. അതിനോട് നമ്മൾ ആരെങ്കിലും പറഞ്ഞു പോയി ഷെഡ് കഴുകി കൊടുക്കാൻ? അവൻ പറയണ എല്ലാം കാട്ടി കൂട്ടിയിട്ട് തുള്ളിച്ചാടി ഓൻ്റെ കൂടെ എൻജോയ് ചെയ്ത് നടന്ന് തൊലിച്ച് നടന്നിട്ട് പഠിക്കേണ്ട സമയത്ത് പഠിക്കുകയും ചെയ്യാതെ ഓൻ്റെ പിന്നാലെ കുതിര കളിച്ച് നടന്നിട്ട് ഓൻ്റെ ചോറും തിന്നിട്ട് പിന്നെ വന്നിട്ട് ഓനെ തന്നെ കുറ്റം പറയണം. നിനക്കൊക്കെ 2 വർഷത്തോളം അവിടെ നീ അവൻ്റെ ഷെഡ് കഴുകി കൊടുക്കായിരുന്നെങ്കിൽ നിനക്കൊക്കെ അവിടെ നിന്ന് മാറാനുള്ള ടൈം ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോൾ അവൻ പുറത്താക്കിയപ്പോൾ അവനെ വന്ന് കുറ്റം പറയാണ്. തൊപ്പി പിന്നെ നല്ലവനോ കെട്ടവനോ എന്തോ ആവട്ടെ, ഇത്ര കാലം അവൻ്റെ ചോറും തിന്നിട്ട് ഇപ്പോൾ ലൈവിൽ വന്നിട്ട് ഇങ്ങനെ മോങ്ങേണ്ട വല്ല ആവശ്യമുണ്ടോ? പോയി പണിയെടുത്ത് നിന്നടാ. നീ ഇന്ന് നിന്നെ 4 ആളെ അറിയിച്ചെങ്കിൽ അതാ തൊപ്പിക്കാരനെ അറിഞ്ഞിട്ടുള്ളൂ. അത് മനസ്സിലാക്കിയാൽ മതി. എന്തൊക്കെ പറഞ്ഞാലും തൊപ്പിയോ ഇവരോ എന്തോ ആയിക്കോട്ടെ, ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. എന്താണെന്നറിയോ? എന്തൊക്കെ പറഞ്ഞാലും അർജന്റീന കപ്പെടുക്കും. അത് അത്രേ ഉള്ളൂ. നിങ്ങളെ പാടായി എന്തോ ആയിക്കോട്ടെ.